ടൊവിനോ ചിത്രമായ നരിവേട്ടയിൽ ടൊവിനോ തോമസിൻ്റെ അമ്മയെ അഭിനയിച്ച റിനി ഉദയകുമാറാണ് സി മലയാളത്തോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. എങ്ങനെയാണ് നരിവേട്ട എന്നൊരു ചലച്ചിത്രത്തിലേക്ക് എത്തിയത്? നരിവേട്ട എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു അവസരമാണ്. അത് ഒരു ദിവസം രതീഷ് എൻ്റെ ചീഫ് അസോസിയേറ്റ് വിളിച്ചിട്ട് ചേച്ചി ഒന്ന് വരാവോ എൻ്റെ അടുത്ത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അനു ചോദിച്ചു, ഇങ്ങനൊരു വേഷമുണ്ട് ചേച്ചി ചെയ്യുമോ എന്ന് ചോദിച്ചു. ചെയ്യാം എന്ന് പറഞ്ഞു. അതായിരുന്നു. ടൊവിനോ വിവേക് ആണ് എന്നെ സജസ്റ്റ് ചെയ്തേക്കണം. വിവേക് കണ്ടിട്ടില്ലേ, കാസ്റ്റിംഗ് ഡയറക്ടർ. അതെ. ഈ ടൊവിനോ തോമസിനെ പോലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടൻ്റെ അമ്മയായി അഭിനയിച്ചപ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ടൊവിനോയുടെ അന്വേഷിപ്പിങ് കണ്ടെത്തി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ആ അമ്മമ്മൻ ബോണ്ട് ഉള്ളിൽ കൊണ്ടുവന്നത് കൊണ്ട് നമുക്കൊരു അപരിചിതത്വം തോന്നിയില്ല. എൻ്റെ മോനോട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു രീതി. ഞാനും ഈ ചലച്ചിത്രം തിയേറ്ററിൽ കണ്ടിരുന്നു. പൊതുവെ കണ്ടവരെല്ലാം ഈ ടൊവിനോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റ് താരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് തന്നെ ഈ അമ്മ കഥാപാത്രം വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായമാണ് പലരും പങ്കുവെക്കുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള ആളുകളുടെ, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ പൊതുവെ കൊച്ചി സ്ലാങ് പറയുന്ന ഒരാളാണ്. കൊച്ചിയാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനത്തെ ഒരു ഡബ്ബിങ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഡബ്ബ് ആരാ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഒത്തിരി പേരെന്നെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു ആ വേഷം. പിന്നെ എല്ലാവരും കൂടുതലും പറയണ വാഷ് ബേസിലെ പാത്രം വലിച്ചെറിയില്ലേ, അത് ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാം മിക്ക സ്ത്രീകളും പുരുഷന്മാരൊക്കെ ചെയ്യുന്നൊരു പെട്ടെന്ന് ഇമോഷണൽ ആകുമ്പോൾ പാത്രം വലിച്ചെറിയുമല്ലോ. അതിനെ പറ്റിയൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞു. ഈ ഷൂട്ടിംഗ് സമയത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഷൂട്ടിംഗ് അത് സന്തോഷമുള്ളതായിരുന്നു. അനു, രതീഷും എല്ലാവരും അവർ ഓരോ സീനും നമ്മൾ വ്യക്തമായി പറഞ്ഞു തരികയും എനിക്ക് കുറച്ച് സ്ലാങ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അവരത് തന്നെ എടുത്തതിൻ്റെ നോബിൾ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ വന്നിട്ട് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു അനുവിൻ്റെ പടത്തിൽ അഭിനയിക്കണം, രാജിൻ്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ. എന്നിട്ടാണ് എനിക്കൊരു ഭാഗ്യം പോലെ ഈ വേഷം എന്നെ തേടി വന്നത്. ഈ ടൊവിനോയുടെ അമ്മയെ പോലെ ഉള്ള ഒരുപാട് അതേ കഥാസന്ദർഭം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് അമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ആ അമ്മമാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ആ അമ്മമാരോട് പറയണം, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാരോട്. അപ്പോൾ അവരെത്താൻ വേണ്ടി കാത്തിരിക്കുക, നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാവുന്നത് നമ്മളും ചെയ്തു കൊടുക്കുക എന്ന് തന്നെയാണ്. എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? അതായത് ചെറുപ്പം മുതലേ സിനിമ എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടോ? അങ്ങനെ ചെറുപ്പം മുതലേ സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സിനിമയും കാണുമായിരുന്നു. പക്ഷേ എത്തിപ്പെടാനുള്ള മാർഗ്ഗമൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ നമുക്ക് വിലക്കപ്പെട്ട കനിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷേ മോൻ സിനിമയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മളതിലോട്ട് ഇറങ്ങിയത്. ഇനി മുൻപിൽ മറ്റെന്തെങ്കിലും ചിത്രങ്ങളൊക്കെ ഇനി വരാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ? ഇനി വരാനുള്ള അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ചെറിയൊരു റോളുണ്ട്. പിന്നെ ആശാൻ എന്നും പറഞ്ഞ മൂവി. പിന്നെ നമ്മുടെ മനു അശോകൻ്റെ ഒരു വെബ് സീരീസ് ഉണ്ട്. പിന്നെ അരുണിൻ്റെ ഒരു വെബ് സീരീസ്. അതൊക്കെ വരാനുള്ള. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.